സുവിശേഷത്തിൽ നിന്ന് ഈശോ ഫരിസേയരുടെ ഉപവാസത്തെ എതിർക്കുകയാണ്. അർത്ഥമില്ലാത്ത ചില ആത്മീയ അനുഷ്ഠാനങ്ങൾ ദൈവസന്നിധിയിൽ വിലയില്ലാതെ പോകുന്നു. ഷൂസെ സരമാഗുവിൻ്റെ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ കയ്യിൽ വേണ്ടത്ര പണമില്ലാത്തതുകൊണ്ട് യാചിച്ചു കിട്ടിയ ഒരു ആട്ടിൻകുട്ടിയുമായി ബാലനായ യേശു ദേവാലയത്തിൻ്റെ എതിർ ദിശയിലേക്ക് തീർത്ഥാടകർക്കെതിരെ ഓടുകയാണ്, അതിനെങ്കിലും അർത്ഥമില്ലാത്ത ബലിയിൽ നിന്ന് മോചിപ്പിക്കാൻ. യേശുവിൻ്റെ ഈ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അന്നുണ്ടായിരുന്ന ചിലർക്കൊക്കെ സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ ജനക്കൂട്ടം പറഞ്ഞു, ഇതെന്തൊരു പ്രബോധനം! സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല. ഈ വാക്കുകളിലൂടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആത്മീയ സങ്കല്പങ്ങളെയും കർത്താവ് മാറ്റിമറിച്ചു. പുതിയ വീഞ്ഞാണ് കർത്താവ് കൊണ്ടുവന്നത്, പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ. അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ പുതിയ തോൽക്കുടങ്ങളാവണം. ക്രിസ്തു എന്ന പുതുവീഞ്ഞിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ലഹരി തരുന്ന ആത്മീയ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം.